ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള സിമ്പിളായിട്ട് പാസ്ബുക്ക് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാഷ് ബുക്ക് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ള ഏകദേശം ഒരു ഐഡിയ തരുന്ന വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് പേഴ്സേ വോട്ടേഴ്സ് ഈ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലൊന്നും ചോദിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്താണെന്നുള്ളതല്ലേ നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബിസിനസ് ഡെപ്പോസിറ്റ് 1 lakh ഇൻ ടു ബാങ്ക്. സിമ്പിൾ ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ട്രാൻസാക്ഷൻ തന്നെ ബിസിനസ്സുകാരൻ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നതെന്നുള്ളതും ബാങ്കുകാർ ഈ സെയിം ട്രാൻസാക്ഷനെ എങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ കയ്യിലിരിക്കുന്ന പൈസ അല്ലെങ്കിൽ അവർക്ക് എവിടുന്നോ കിട്ടിയൊരു പൈസ അവർ അവരുടെ അക്കൗണ്ട്, ഇപ്പം SBI എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ അവർ അക്കൗണ്ട് തുറന്നിട്ട് ആ അക്കൗണ്ടിലോട്ട് അവരുടെ പൈസ അവർ ഡിപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ അക്കൗണ്ടിലോട്ട് ഇട്ടു എന്നുള്ളതാണ്. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ക്യാഷ് വന്നു, ക്യാഷ് കിട്ടി, അത് കയ്യിലിരുന്നാലും ബാങ്കിലിരുന്നാലും ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റായിട്ടാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ട്രാൻസാക്ഷനിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അസറ്റ് കൂടി എന്നുള്ളതാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലയബിലിറ്റി കൂടി എന്നുള്ളതാണ് ഈ സെയിം ട്രാൻസാക്ഷനിൽ നിന്ന് ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പം എന്തോ ഒരു കൺഫ്യൂഷൻ ആയില്ലേ, അതെന്താണ് അങ്ങനെ, മറ്റേ അസറ്റും ഇത് ലയബിലിറ്റി രണ്ട് സെയിം അല്ലേ? നമുക്ക് എന്താണെന്ന് നോക്കാം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റാണ്. ഓക്കെ, അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ളൊരു സാധനം കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും, അതേപോലെ ഡെബിറ്റ് ബാലൻസ് ഉള്ളൊരു സാധനം കുറയുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പൈസ വന്നു, അസറ്റാണ്, അസറ്റ് കൂടിയേക്കുവാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കും. വേറെ ഒരാൾ വന്നിട്ട് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്, അയാളുടെ കയ്യിലിരിക്കുന്ന പൈസ അയാൾക്ക് കയ്യിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ ബാങ്കിൽ ഇടുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ബാങ്ക് നടത്തുവാണെങ്കിൽ ഈ പറയുന്ന ബിസിനസ്സുകാരൻ വന്നിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അയാളുടെ അക്കൗണ്ടിൽ ഈ പൈസ ഇട്ടേക്കുവാണ്, പക്ഷെ എൻ്റെ ബാങ്കിലാണ് ഈ പൈസ വെച്ചേക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. അയാൾ എപ്പം വന്ന് ചോദിച്ചാലും അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. ചിലപ്പോൾ അയാൾ ഗൂഗിൾ പേ വഴിയായിരിക്കാം അത് വിഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ ചെന്ന് നേരിട്ട് പോയി വിഡ്രോ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ATM പോയി വിഡ്രോ ചെയ്യുമായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇത് ഇയാളുടെ പൈസയാണ്. ഞാൻ ഒരു സേഫ് കീപ്പിങ്ങിന് വേണ്ടി ഞാൻ ഇത് വെച്ചേക്കുന്നു, അല്ലെ ബാങ്ക് ഇത് വെച്ചേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. എപ്പം വന്ന് ഈ പറയുന്ന അക്കൗണ്ട് ഹോൾഡർ ചോദിച്ചാലും തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. അപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള പൈസ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്താണ് പറയുന്നത്? ലയബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ ഒരാൾ വന്ന് അക്കൗണ്ട് തുടങ്ങി അതിൽ പൈസ ഇട്ടിട്ടുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ബാങ്കിന് കൂടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കൂടി എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ബിസിനസ് വന്നിട്ട് ബാങ്കിൽ 1 lakh rupees ഇട്ടു. അപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അസറ്റ് കൂടി എന്നുള്ളതാണ്, പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്, അതുകൊണ്ട് ലയബിലിറ്റി കൂടി എന്നുള്ള രീതിയിലാണ് ഈ സെയിം ട്രാൻസാക്ഷൻ ട്രീറ്റ് ചെയ്യുന്നത്. സോ രണ്ടുപേരുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവാം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സെയിം ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞ പോലെ പൈസ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനം കൂടുമ്പം, അല്ലെങ്കിൽ ഇവിടെ പൈസ വന്നു, പൈസ കൂടുവാണ്, അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പൈസ വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ പൈസ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. സിമ്പിളായിട്ട് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്, കുറേ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാങ്ക് എങ്ങനെയായിരിക്കും ഈ സെയിം സംഭവം ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പം ബാങ്കാണ്, ഞാൻ ബാങ്ക് നടത്തുവാണ്. ഈ പറയുന്ന ബിസിനസ്സുകാരൻ ഈ പറഞ്ഞ 1 lakh rupees വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ലയബിലിറ്റിയാണ്, തിരിച്ചു കൊടുക്കാനുള്ളത്. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്?
ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം അയാൾ വന്ന് പൈസ ബാങ്കിൽ ഇടുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ലയബിലിറ്റി കൂടുവാണ്, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള പൈസ, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് കൂടുവാണ്, ലയബിലിറ്റി കൂടുവാണ്. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനം കൂടുമ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് സെയിം സംഭവം നിങ്ങൾ ആലോചിക്കുക, ഇയാൾ ഈ പൈസ വിഡ്രോ ചെയ്തുകൊണ്ട് പോവാണ്. ഓക്കെ, അയാളുടെ അക്കൗണ്ടിൽ നിന്ന് അയാൾ വിഡ്രോ ചെയ്ത് അയാൾ വേറെ എന്തോ ഒരു ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി വന്ന് ATM നിന്ന് അയാൾ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തിരിച്ചു കൊടുക്കാനുള്ള പൈസ കുറയുവാണ്, അല്ലെങ്കിൽ ലയബിലിറ്റി കുറയുവാണ്. അപ്പം ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണുള്ളത്? ക്രെഡിറ്റ് ബാലൻസാണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും. സോ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു സംഭവം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഒരിക്കലും മറക്കരുത്, ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്കും രണ്ട് പെർസ്പെക്റ്റീവ് ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് കൂടി എന്നുള്ളതും, ആൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലൈബിലിറ്റി അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കൂടി എന്നുള്ളതാണ് ഡിപ്പോസിറ്റഡ് എന്ന്, അല്ലെങ്കിൽ പൈസ വന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി പൈസ പോയാലോ? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള പൈസ കുറഞ്ഞു, ലയബിലിറ്റി കുറഞ്ഞു. പക്ഷെ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെന്ന് അസറ്റ് എടുക്കുവാണ്, അല്ലെങ്കിൽ ക്യാഷ് എടുക്കുവാണ്, അല്ലെങ്കിൽ ക്യാഷ് വേറെ എന്തോ കാര്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുവാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അസറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ ക്യാഷ് അവിടെ കുറയുവാണ്. അപ്പം ഇത് നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് ഐഡിയ വേണം. അപ്പോൾ ഇവിടെ ഡെബിറ്റഡ് ക്രെഡിറ്റഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ബാങ്ക് എന്തായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്ക് വേണം. ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പാരൻസിന് പറഞ്ഞ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിഡ്രോ ചെയ്യുമ്പോഴും ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവർക്ക് മെസ്സേജ് വരും. ഓക്കെ, ഏത് ബാങ്കിലാണെങ്കിലും ഇപ്പം നമ്മുടെ ബാങ്ക് ഫോൺ നമ്പറുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആയതുകൊണ്ട് നമ്മളെ ഒന്ന് അലേർട്ട് ആക്കാൻ വേണ്ടി നമ്മൾ പൈസ വിഡ്രോ ചെയ്യുമ്പോഴാണെങ്കിലും ഇടുമ്പോഴാണെങ്കിലും നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ബാങ്കുകാരാണ് ഇത് അയക്കുന്നത്. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ ഒരു ബുക്കിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ പൈസ വരുവാണെങ്കിൽ ഡെബിറ്റ്, പൈസ കൂടിയിട്ടുണ്ട്, പൈസ കുറയുവാണ് ക്രെഡിറ്റഡ്, പൈസ കുറഞ്ഞു എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞായിരിക്കാം നമ്മൾ എഴുതി വെക്കുന്നത്. ഇപ്പം നമ്മുടെ പാരൻസ് അങ്ങനെ എഴുതി വെക്കുന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ ആ നാലേക്ക് നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആളാണ്. ഇപ്പം നിങ്ങൾ ആ ഒരു ടേമിൽ തന്നെ എഴുതി പോവാണ്, ഡെബിറ്റഡ് ക്രെഡിറ്റഡ് എന്നുള്ള രീതിയിൽ എഴുതുവാണ്. പക്ഷെ ഈ മെസ്സേജ് അയക്കുന്നത് ആരാണ്? ബാങ്കുകാരാണ് ഈ മെസ്സേജ് അയക്കുന്നത്. അപ്പം അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പം പൈസ കിട്ടുവാണ്, അല്ലെങ്കിൽ നമുക്ക് പൈസ ആരോ ഡിപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് സാലറി വന്നു എന്നുള്ളത് പൈസ വരുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ക്യാഷ് വരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഡെബിറ്റ് എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? പൈസ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ലൈബിലിറ്റി കൂടി എന്നുള്ളതാണ്. അപ്പം ലൈബിലിറ്റിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൊരു സാധനം കൂടുമ്പം നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പം യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് എന്നും പറഞ്ഞായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത്. എന്തുകൊണ്ടാണ്? ബാങ്ക് അതിനെ എന്തായിട്ടാണ് കാണുന്നത്? ലൈബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ പൈസ വരുമ്പം തിരിച്ചു കൊടുക്കാനുള്ള പൈസ കൂടി എന്നുള്ള രീതിയാണ്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ ക്രെഡിറ്റഡ് എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് പൈസ കൂടി, നമുക്ക് പൈസ വന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പൈസ വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ പൈസ പോയി എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്നത് യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് എന്നും പറഞ്ഞായിരിക്കും അവർ അയക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ലൈബിലിറ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞു, പൈസ കൊടുക്കാനുള്ള, തിരിച്ചു കൊടുക്കാനുള്ള പൈസ, ആ എമൗണ്ട് കുറഞ്ഞു. അപ്പം ലൈബിലിറ്റി ഇവിടെ കുറയുവാണ്. ലൈബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൊരു സാധനം കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം പൈസ നമ്മൾ ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്നുള്ള ബാങ്കുകാർ എന്ത് മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്? യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈബിലിറ്റി കുറഞ്ഞു എന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്നത്, ക്യാഷ് ബുക്ക് ഒക്കെ പഠിച്ചപ്പോൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ മെസ്സേജ് വരുമ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞായിരിക്കുമല്ലോ വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ എന്തുകൊണ്ടാണ് അത് ഡെബിറ്റഡ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രെഡിറ്റഡ് എന്ന് വരുന്നത് എന്നുള്ളത്. സോ
അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഓവർ ഡ്രാഫ്റ്റ് വന്നാലും അല്ലാതെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. നമ്മൾ അതിൽ പ്രോബ്ലം ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ സിമ്പിളായിട്ട് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ചെയ്യാം എന്നുള്ളതാണ്. താങ്ക് യു.